ഹായ്, അപ്പോൾ ഇന്നൊരു കുഞ്ഞു വീഡിയോ വ്ലോഗ് എന്താ അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എൻ്റെ കലാപരിപാടികൾ തുടങ്ങിയിട്ടോ. മുറ്റമടിക്കുക, അപ്പോൾ ഒരുവിധം എല്ലാ സ്ത്രീകളുടെയും പണി ഇതൊക്കെ തന്നെ. രാവിലെ നീക്കുക, മുറ്റടിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ രാവിലെ ഏട്ടന് കൊണ്ടുപോകാൻ ഫുഡൊക്കെ 5 മണിക്ക് എണീറ്റുണ്ടാക്കി കൊടുത്തിട്ട് കേട്ടോ. അപ്പോൾ ഇന്ന് പിന്നെ ഒരു അവധി ദിവസമാണ്. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് വൈകിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ചായം കടിയൊക്കെ ആയ ശേഷം പിന്നെ മുറ്റടിക്കാനൊക്കെ നിന്നു. അപ്പോൾ അങ്ങനെ മുറ്റടിക്കലും കാര്യങ്ങളും കഴിഞ്ഞാൽ പിന്നെ ഞാൻ അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുക. അപ്പോൾ അങ്ങനെ ഓരോ ഘട്ടങ്ങളാണ് നമ്മളൊക്കെ വീട്ടമ്മമാരുടെ ജീവിതങ്ങൾ എന്ന് പറയുന്നത്. ഇങ്ങനെ മുറ്റടിക്കുക, പാത്രം മൂറുക, അതൊക്കെ തന്നെ. പക്ഷേ ഇതൊക്കെ ചെയ്യുന്ന ഇഷ്ടമാണ് കേട്ടോ. എന്താപ്പോൾ ദേഷ്യപ്പെട്ടെന്നല്ലേ ചെയ്യുന്നത്, നല്ല സന്തോഷത്തോടു കൂടി ഇഷ്ടപ്പെട്ടെന്നെ ചെയ്യുന്നത്. പക്ഷേ ഇതൊക്കെ ചെയ്യുന്നതിനിടയിലും നമുക്കുണ്ടാവുമല്ലോ എന്തെങ്കിലുമൊക്കെ ഒരു 10 റുപ്യ സമ്പാദിക്കണം എന്നുള്ളൊരിത്. അറ്റ്ലീസ്റ്റ് നമ്മളൊക്കെ ഫോണിൽ നെറ്റ് ആയിട്ടാണെങ്കിലും കെട്ടിയവനോട് ചോദിക്കണ്ടല്ലോ എന്നുള്ളൊരിതിൽ ജീവിക്കണ കുറേ ആളുകളുണ്ടാവും എന്നെപ്പോലെ. എനിക്കിത് ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ചോദിക്കണമെന്ന് ഇഷ്ടമല്ല. കരി തരും, പക്ഷെ എന്നാലും നെറ്റ് കയറ്റി തരികയെന്ന് ചോദിക്കണത് വലിയ ഇഷ്ടമില്ലാത്ത പണിയാണ്. പക്ഷെ എന്നാലും നമുക്കിപ്പോൾ ഒരു പണിയില്ലാത്തതുകൊണ്ട് ചോദിക്കാനത് നിർത്തിയില്ല. ഇപ്പോൾ പിന്നെ കുട്ടികളൊക്കെ വലുതാവാനായില്ലേ. മോള് മാത്രമാണ് പോണ കാര്യങ്ങൾ ചെയ്യാനായത്. ഇപ്പം ഞാൻ മോന് ഇപ്പോൾ LKGക്ക് ആവുകയാണ്. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരില്ലേ. കുടുംബം വലുതാകുമ്പോൾ നമ്മളെ ബുദ്ധിമുട്ടുകളും വളരുമെന്ന് പറഞ്ഞിട്ടില്ല, അതേപോലെയാണ്. അപ്പോൾ മക്കളൊക്കെ പോയി ഓല് വരാനാവുന്ന ആ ടൈം വരെ എന്തെങ്കിലുമൊക്കെ ചെറിയ ജോലിയൊക്കെ കിട്ടുകയാണെങ്കിൽ പോകാൻ ആഗ്രഹമുണ്ട്. പക്ഷെ കിട്ടൂലല്ലോ. 8 മണി മുതൽ 5 മണി വരെ അല്ലേ എവിടെയും ജോലിയുള്ളൂ. അപ്പം അങ്ങനെ എൻ്റെ മുറ്റടിക്കൽ കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്തത് നമ്മുടെ വെള്ളം കൊണ്ടുവരികയാണ്. അപ്പം അങ്ങനെ കുടിവെള്ളമാണ് കേട്ടത്. എനിക്കിഷ്ടമല്ല ഈ കുഴലത്തെ വെള്ളമൊന്നും കുടിക്കാൻ, ചായ ഉണ്ടാക്കാനൊന്നും. അപ്പം ഞാൻ കിണറ്റിൽ തന്നെ കൊണ്ടുവരാം. അപ്പം അങ്ങനെ നമ്മളെ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മോള് സ്കൂളിലേക്ക് പോയി. തേച്ചുട്ടനെ അംഗനവാടിക്ക് ആക്കണം. കണ്ടില്ലേ, ഈ ഒരു അലക്കമ്മല സ്പൈഡർമാൻ്റെ കുപ്പായ ഞാൻ എന്തെങ്കിലും കത്തിക്കും, ഉറപ്പാണ്. ഇത് ഇന്നിടും, നാളെ ഞാൻ അലക്കും. മറ്റന്ന് ഈ ഒരു കുപ്പായം തന്നെ വേണം പറയും. അല്ല പിന്നെ എന്താണോ. അപ്പോൾ ഒറ്റയ്ക്ക് ഇടാന്നൊക്കെ പറഞ്ഞ് ഇടുകയാണ്. പക്ഷെ ശരിയാവണില്ല. പിന്നെ ഞാൻ ഇടയ്ക്ക് ഹെൽപ്പ് ചെയ്തു. അപ്പം അങ്ങനെ ഓൻ്റെ ഇടലും കാര്യങ്ങളൊക്കെ കുറേ ശ്രമിക്കുന്നുണ്ട്. പറഞ്ഞത് ശ്രമിക്കുമായിരുന്നു. അങ്ങനെ ഓനെ ഞാൻ അങ്കലവാടിക്കൊക്കെ ആക്കി. പിന്നെ നമ്മൾ കറി പരിപാടിയിലേക്ക് കിടക്കുകയാണ്. ചോറ് പിന്നെ ഞാൻ ആക്കിയിട്ടാണ് പോയത്. ഇനി കറി വയ്ക്കണം. അതിന് നമ്മൾ കറിവേപ്പില കണ്ടോ, ഇതാണ് എൻ്റെ പൊന്ന് കറിവേപ്പില. വെള്ളരിക്ക പൂവിട്ടിട്ടുണ്ട്. എൻ്റെ കറിവേപ്പില പിടിച്ചിട്ടാണ് ഞാൻ കുറച്ച് പണിയെടുത്തിന് കേട്ടോ. കുറച്ച് നയിച്ചിന്. അപ്പോൾ നമ്മളെ മുളകും തന്നെയാണ് പറിക്കണത്. അപ്പോൾ മുളകൊന്നും മേടിക്കലില്ല, ഇതൊക്കെ തന്നെ മതിയല്ലോ നമുക്ക് ഓരോ മുളക്. കാരണം നല്ല മൂത്ത മുളകാണ്, അതുകൊണ്ട് പിന്നെ നല്ല എരിവുണ്ടാവും. അപ്പോൾ നമ്മൾ കറിവേപ്പിലയും മുളകൊക്കെ പൊട്ടിച്ച് കൊണ്ടുപോവാണ്. ഇപ്പോൾ ഇന്ന് എന്താ പറയുക, ഇന്നല്ല, ഇനിയിപ്പോൾ ഒരു കുറച്ച് ദിവസം, ഒരു 15 ദിവസം നമ്മൾ ഇറച്ചി മീനൊന്നും ഉണ്ടാവില്ല. അതായത് ഞങ്ങളെ ചെറിച്ചൻ്റെ അവിടെ ഞങ്ങളെ ഫാമിലിയിൽ തന്നെ ഒരു മരണമുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇറച്ചി മീനൊന്നും കൊണ്ടുവരാൻ പറ്റൂല. ഫുള്ള് വെജിറ്റബിൾ കറികളാവും. ഇനിയിപ്പോൾ ഒരു ഇതൊക്കെ 16 ദിവസം കഴിഞ്ഞ് 16ാമത്തെ ദിവസമേ ഇനി എന്തെങ്കിലുമൊക്കെ ഒന്ന് അങ്ങനത്തെ ഫിഷും ചിക്കനൊക്കെ കൊണ്ടുവരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ തേജുട്ടനൊക്കെ ഷോക്കാണ്. എങ്ങനെ ആയാലും തിന്നില്ല. അപ്പോൾ പറയാം, ഞാൻ പോകുകയാണ് അമ്മമ്മ വീട്ടിലേക്ക്, എൻ്റെ അച്ഛന് ചിക്കനൊന്നും കൊണ്ടുവരുന്നില്ല എന്നുള്ള പരാതി രാവിലെ ആയാൽ പറയും. ഞാൻ പോവുകയാണ്, എന്നെ കൊണ്ടാക്കി തരി, അച്ഛൻ ചിക്കൻ കൊണ്ടുവരുന്നില്ല എന്നുള്ള പരാതി. ഓൽക്കിപ്പോൾ മരണമാണ്, അതൊന്നും ഇപ്പോൾ ഓൽക്ക് മനസ്സിലാവില്ലല്ലോ. പിന്നെ പറഞ്ഞ് അങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ഉപ്പേരി ഇവിടെ വഴുതനെയാണ്. പിന്നെ ചിരങ്ങ താളിക്കണം. അതിൻ്റെ ഇടയിൽ പപ്പടം പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ റെഡിയായി. എനിക്കും തന്നെ കുട്ടികളെ പോലെ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മക്കാണെങ്കിലും അതൊന്നും ദഹിക്കൂലല്ലോ ഈ പച്ചക്കറികളൊന്നും. എനിക്കും വല്ലാതെ പോകുന്നില്ല. പിന്നെ ഇപ്പോൾ തിന്നല്ലാതെ നിവർത്തിയില്ലല്ലോ. പിന്നെ സോയാബീൻ ഉണ്ട്. അങ്ങനെയൊക്കെ എങ്ങനെ തിന്നാലും നമ്മുടെ മീൻ ചിക്കൻ കഴിക്കണ പോലെ ഒന്നും ആകൂല. അപ്പോൾ ചിരങ്ങ താളിക്കുകയാണ്. തേങ്ങ താളിക്കാനുള്ള കാരണം തേങ്ങയില്ല കേട്ടോ. അങ്ങനെ എന്താ പറയുക, തേങ്ങ കഴിഞ്ഞു. അപ്പോൾ താളിപ്പാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു പോരായ്മയൊക്കെ ഉണ്ടെങ്കിൽ പറയട്ടോ. എങ്ങനെ നിങ്ങളൊക്കെ താല്പര്യമൊക്കെ എന്താണ് വീഡിയോ കാണുന്ന ഇന്നെപ്പോലുള്ള ആളുകളുടെ താല്പര്യം എന്താണ്? എന്തെങ്കിലും ജോലിക്ക് പോകാൻ താല്പര്യമുണ്ടോ? സാധാരണക്കാർക്കാവും കേട്ടോ അതിന് താല്പര്യം അധികം ഉണ്ടാവുക. കുറച്ചൊക്കെ ഒരു സാമ്പത്തികമുള്ളവർക്ക് ചിലപ്പോൾ അങ്ങനെ പോകണം എന്നുള്ളൊരു മൈൻഡൊന്നും ഉണ്ടാവില്ല. എനിക്ക് അങ്ങനെ വീട്ടിലിരിക്കുന്നത് വലിയ ഇഷ്ടമുള്ള കാര്യമല്ല. പിന്നെ മക്കളെ ഇട്ട് പോകണ്ടല്ലോ. ഓരോ പിടി ആയാലും ഓരോ കാര്യങ്ങൾ ചെയ്യാനായാലും നമുക്ക് കുഴപ്പമില്ലല്ലോ. അപ്പോൾ അത് കാരണത്താലാണ് പിന്നെ ഇങ്ങോട്ടും പോവാതെ നിൽക്കുന്നത്. അപ്പം അങ്ങനെ കറിക്കടുപ്പത്ത് വെച്ച് നമ്മൾ അവിടേക്കൊന്ന് ക്ലീൻ ആക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ചോറ് തിന്നണം. അതിൻ്റെ ഇടയിൽ ഞാൻ
വിശന്നപ്പോൾ 2 ഇഡലിയൊക്കെ തിന്നണുണ്ട്. വിശപ്പ് അടുത്തിയോട് പോകാൻ പറ്റില്ല. അങ്ങനെ വിശപ്പ് കലശമായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ 2 ഇഡലി കഴിക്കട്ടെ. അല്ല പിന്നെ വിശന്നാൽ പിന്നെ കണ്ണാണൂല. അപ്പം ഞാൻ അതാരും കഴിക്കില്ല. അപ്പം ഞാനതെടുത്ത് ഞാൻ കഴിച്ചു. അല്ല പിന്നെ നോക്കിയിട്ട് കാര്യമില്ല, വിശക്കുമ്പോൾ കഴിക്കും. അങ്ങനെ നമ്മൾ ചോറും കറിയൊക്കെ റെഡിയായി. ഞാൻ ചോറിനലൊക്കെ കഴിഞ്ഞിട്ടോ. അതിനിടെ തിരുമ്പലും കൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അന്ന് സിമ്പിളായിട്ടാണ് ഉള്ളത്. ഞങ്ങളെ ഫാമിലിയിലൊരു മരണമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇറച്ചി മീനൊന്നും പറ്റൂല. അങ്ങനെ സ്കൂൾ വിട്ട് കുട്ടികളൊക്കെ വരാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഒരു പഴം കൊണ്ടുള്ള ഒരു അടയാണ് ഉണ്ടാക്കണത്. ഇത് നമ്മളെ ഷബൂസ് കിച്ചൺ എന്ന് പറഞ്ഞിട്ട് ഒരു ചാനലുണ്ട്. അപ്പോൾ ഓരോ റെസിപ്പി കണ്ടിട്ടുണ്ടാക്കിയതാട്ടോ ഞാനിത്. ഈ ഒരു വീഡിയോൻ്റെ കൂടെ തന്നെ ഞാൻ ഓലെ ചാനൽ ഞാൻ കൊളാബ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്കൊന്ന് പോയി കണ്ടുകൊണ്ട് കേട്ടോ. നല്ല സിമ്പിളായിട്ടുള്ള കുറേ റെസിപ്പികളായിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഉണ്ടാക്കി കഴിച്ചപ്പോൾ നല്ലോണം ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു ചാനലും ഇതിൻ്റെ കൂടെ കൊളാബ് ചെയ്ത് വെക്കുന്നുണ്ട്. ഒന്ന് എല്ലാവരും പോയി ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുന്നുണ്ട്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ പഴമൊക്കെ ഇങ്ങനെ കിടന്ന് നടക്കുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനമാണ്. ഏട്ടൻ പഴം കൊടുന്നപ്പോൾ പഴം കൊണ്ടുവരായിട്ടൊന്നും ഇപ്പോൾ ഒച്ചയും വിളി. ഇപ്പോൾ പഴം കൊടുന്ന് നോക്കുമ്പോൾ അതാ കറുത്ത് പോകണ് കാരണം അങ്ങനെയായിട്ട് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഷബൂസ് കിച്ചണിൽ ഞാൻ കണ്ട ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ വേഗം ഞാനത് പോയി, എൻ്റെ ഫ്രണ്ടും കൂടെ ഉണ്ടാള്. അപ്പോൾ അങ്ങനെ താത്താൻ്റെ അത് പോയി നോക്കിയത്. അപ്പോൾ കഴിച്ചു നോക്കിയപ്പോൾ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഏട്ടൻ്റെ ചീത്തയും കൊള്ളണ്ട, കറുത്ത പഴത്തിൻ്റെ പണിയും തീർത്തു. അപ്പോൾ ഏട്ടന് നല്ലോണം പറ്റിയിട്ടുണ്ട്, എനിക്കും നല്ലോണം പറ്റി. അങ്ങനെ ഞങ്ങൾ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഇനിയിപ്പോൾ വൈകുന്നേരമായി പഠനത്തിലേക്ക് കടന്നു. അപ്പോൾ മോൾക്ക് പഞ്ചായത്ത് കലോത്സവത്തിന് ഓളെയാണ് കൊണ്ടുപോകണം, കന്നഡ പദ്യത്തിന് വേണ്ടിയിട്ട് മത്സരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് വരികൾ ഇവിടെ നിന്ന് കേൾക്കാം കേട്ടോ. എല്ലാവരും അഭിപ്രായം ഒന്ന് പറയണം കേട്ടോ. കന്നഡ പദ്യം എവിടെ വരെ പഠിച്ചു? പഠിച്ചതുവരെ ഒന്ന് പഠിക്കാൻ നോക്കട്ടെ. നവരാത്രിയ നവരാത്രിയ ഈ ശ്യാമല വനദിയലി സൗണ്ട് കൂട്ടി കൊടുക്കും. ഹസുരാദുദു കവിയാത്മം രസപാന സ്ഥാനദലി നവരാത്രിയ നവരാത്രിയ ഈ ശ്യാമല വനദിയലി ഹസുരാദുദു കവിയാത്മം രസപാന സ്ഥാനദലി അങ്ങനെ റിഹേഴ്സലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് അയൽക്കൂട്ടത്തിന് കുറച്ച് കാര്യങ്ങൾ എഴുതാണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കഴിഞ്ഞപ്പോഴാണ് ഓന് പഠിക്കണം, കളർ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു വന്നത്. അതായത് കടക്കാനായിന്, അപ്പോഴാണ് പഠനം നടക്കുന്നത്. അപ്പോൾ എനിക്ക് പഠിക്കാണ്ട് കളർ കൊടുക്കണം, പിന്നെ ടീച്ചർ ചീത്ത അറിയുന്നൊക്കെ പറഞ്ഞ് കളർ കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയുള്ളൂ ഞങ്ങളെ വീഡിയോ. ഓക്കെ, ബായ്.